പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ജോർദാനിലെ വ്യോമതാവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ കടുത്ത മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണത്തിനും ഇറാൻ കനത്ത പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നായിരുന്നു ട്രംപിന്റെ തുറന്ന ഭീഷണി. എന്നാൽ ട്രംപിന്റെ ഭീഷണി തള്ളിക്കളഞ്ഞ ഇറാൻ ഭരണകൂടം ശത്രുക്കളുടെ നീക്കങ്ങളെ നേരിടാൻ രാജ്യത്തിനകത്തും പുറത്തുമുള്ള സഖ്യകക്ഷികൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിന്റെ തുടർച്ചയെന്നോണം ഇറാഖിൽ പ്രവർത്തിക്കുന്ന പാരാമിലിറ്ററി അംബ്രല്ല ഗ്രൂപ്പായ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിന്റെ 20ഓളം അംഗങ്ങൾ US സൗദി സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ 32ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സൈനിക നീക്കം പശ്ചിമേഷ്യയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാന്റെ തന്ത്രപ്രധാനമായ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ബുഷ്കർ പ്രവിശ്യയിലും US ആക്രമണം നടത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച പുലർച്ചെ ഇറാനിലെ ഗേഷ്മിൽ US വ്യോമാക്രമണം നടന്നു. ദ്വീപിനുടനീളം നിരവധി തവണ മിസൈലുകൾ പതിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ആക്രമണത്തിൽ പ്രാദേശിക വൈദ്യുതി നിലയത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് പ്രദേശം പൂർണ്ണമായും ഇരുട്ടിലായിരുന്നു. പിന്നീട് സാങ്കേതിക സഹായത്തോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. എങ്കിലും ആക്രമണത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ 2 പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഗേഷ്മിന് പുറമെ ദക്ഷിണ പടിഞ്ഞാറൻ പ്രവിശ്യയായ ഫാർസിലും കിഷ് ദ്വീപിലും US വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. ഗുഷ്താൻ പ്രവിശ്യയിലെ അബാദിനുള്ള ചില പ്രദേശങ്ങളിലും ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബന്ദർ അബ്ബാസ് തുറമുഖത്ത് 2 ശക്തമായ സ്ഫോടനങ്ങൾ നടന്നതായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗും റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മുസ, കിഷ്, ഗേഷം തുടങ്ങിയ പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം സിറിക് നഗരങ്ങളിൽ ഇതുവരെ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൈനിക നീക്കങ്ങൾക്കൊപ്പം സാമ്പത്തിക രംഗത്തും ഇറാനെതിരെ US പിടിമുറുക്കുകയാണ്. ഇറാൻ ഭരണകൂടം സാമ്പത്തികമായി കടുത്ത പിരിമുറുക്കം അനുഭവിക്കുകയാണെന്നും ഇതിന് പരിഹാരം കാണാൻ ഹോർമൂസ് കടലിടുക്കിനെ മുൻനിർത്തി ലോക വ്യാപാരത്തെ തടസ്സപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ ഇറാനെ US അനുവദിക്കില്ലെന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര കപ്പൽചരക്ക് ഗതാഗതത്തെ ദുരുപയോഗം ചെയ്ത് IRGCയുടെ ഭീകരവാദ പ്രവർത്തനങ്ങളെയും അടിച്ചമർത്തുകളെയും സാമ്പത്തികമായി പിന്തുണയ്ക്കാനുള്ള ഇറാന്റെ നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നിർബന്ധിത സമുദ്ര ഇൻഷുറൻസ് ഈടാക്കിയിരുന്നതും IRGCയെ പിന്തുണയ്ക്കുന്നതുമായ 2 കമ്പനികൾക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതായും US ട്രഷറി വകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഇരുവിഭാഗവും നിലപാടുകൾ കടുപ്പിക്കുന്നതോടെ പശ്ചിമേഷ്യയിലെ സമാധാനം കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ്. ആണവ നിലയങ്ങളും വാണിജ്യ തുറമുഖങ്ങളും ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണങ്ങൾ സാധാരണക്കാരുടെ ജീവനാണ് അപകടത്തിലാക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത ഭീഷണികളും ഇറാന്റെ വെല്ലുവിളികളും മേഖലയെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടുമ്പോൾ ഇതിന്റെ ആഘാതം അനുഭവിക്കേണ്ടി വരുന്നത് പാവപ്പെട്ട സാധാരണ ജനങ്ങളും ആഗോള വിപണിയുമാണ്. സാമ്പത്തിക ഉപരോധങ്ങളുടെയും മിസൈൽ വർഷങ്ങളുടെയും ഇടയിൽ പശ്ചിമേഷ്യയുടെ സമാധാനം പൂർണ്ണമായും തകരുകയാണ്. സാധാരണക്കാരുടെ ചോരപ്പുഴ ഒഴുകിക്കൊണ്ടുള്ള ഈ സാമ്രാജ്യത്വ ശക്തികളുടെയും ഭരണകൂടങ്ങളുടെയും ചൂതുകളി അന്താരാഷ്ട്ര സമൂഹം ഇനിയും എത്രകാലം നിഷ്പക്ഷരായി നോക്കി നിൽക്കും? ചോദ്യം ചെയ്യപ്പെടുന്നത് മനുഷ്യത്വത്തിന്റെ അവസാന തുടിപ്പുകളാണ്.